Hi friends, welcome back to my YouTube channel Malayalam. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോപ്പിറൈറ്റിനെ കുറിച്ച് സംസാരിച്ചു. എന്താണ് കോപ്പിറൈറ്റിനെ കുറിച്ച് ചില മിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ വലിച്ചു കീറുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുക. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഫെയർ യൂസിനെ കുറിച്ച് പറഞ്ഞു, യൂട്യൂബിൻ്റെ ഫെയർ യൂസ് പോളിസി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബിൻ്റെ ഫെയർ യൂസ് പോളിസിനെ കുറിച്ചാണ്. അപ്പോൾ പലരും പലവരുടെയും കണ്ടന്റ് എടുത്ത് റീയൂസ് ചെയ്യുന്നവരാണ്. അതായത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ, അതുപോലെ തന്നെ ട്രോൾ ഉണ്ടാക്കുന്നവരായിക്കോട്ടെ, ഇവരൊക്കെ പലരുടെയും കണ്ടന്റ് എടുത്ത് റീയൂസ് ചെയ്യുന്നവരാണ്. അപ്പം യൂട്യൂബിൽ ഇന്ന് കുറച്ച് പേരൊക്കെ അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഒരു ഫെയർ യൂസ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പലരും ഉണ്ടെന്ന് എനിക്ക് യൂട്യൂബ് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. അങ്ങനെ എനേബിൾ ചെയ്യാത്ത 34% ആൾക്കാരുണ്ടെന്ന് യൂട്യൂബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്താണ് നമുക്ക് ഫെയർ യൂസ് പോളിസി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. ഓക്കെ, അപ്പോൾ ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് കോപ്പിറൈറ്റ് ഓണറുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളുടെ വീഡിയോയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് ഫെയർ യൂസ് പോളിസി എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് എന്താണെന്ന് എനിക്കൊരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ഓണറുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് അല്ലെങ്കിൽ വീഡിയോയിൽ ഓഡിയോയോ അല്ലെങ്കിൽ വീഡിയോയോ നമ്മുടെ വീഡിയോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസിയാണ് ഫെയർ യൂസ് പോളിസി. ഇനി നമുക്ക് ഈ ഒരു ഫെയർ യൂസ് പോളിസിയുടെ ഗൈഡ് ലൈൻസസ് എന്താണെന്ന് നോക്കാം. അപ്പം പല കൺട്രീസിലും പല രീതിയിലുള്ള ഗൈഡ് ലൈൻസസ് ആണ് ഉള്ളത്. ഇങ്ങനെ മറ്റൊരാളുടെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഓഡിയോസും വീഡിയോസും ഒക്കെ നമ്മുടെ ഒരു ചാനലിലൂടെ ഉപയോഗിക്കണമെങ്കിൽ. സോ അപ്പം ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. US-ന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടന്റ് നമുക്ക് കമന്റേറ്ററിക്ക് ഉപയോഗിക്കാം, ക്രിറ്റിസിസത്തിന് ഉപയോഗിക്കാം, റിസർച്ചിന് ഉപയോഗിക്കാം, ന്യൂസ് റിപ്പോർട്ടിങ്ങിന് ഉപയോഗിക്കാം. പക്ഷെ പല കൺട്രീസിലും ഇത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വേ ആയിരിക്കും. അപ്പം നിങ്ങൾ ഒരു ലീഗൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ലീഗൽ എക്സ്പേർട്ടായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്തായിരിക്കും നമ്മുടെ കൺട്രിയിലെ ഈ ഒരു ഫെയർ യൂസ് പോളിസിയുടെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി പബ്ലിഷ് ചെയ്യുക. ഒരു ലീഗൽ ഒപ്പീനിയൻ നിങ്ങൾ എപ്പോഴും തേടുക എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്. അതായത് ഒരു അത്യാവശ്യം നല്ല റീച്ചും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളൊന്ന് ചോദിക്കുക, എന്താണ് ഫെയർ യൂസ് പോളിസി നമ്മുടെ രാജ്യത്ത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഒരു 4 ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ഫെയർ യൂസ് പോളിസിയുടെ കാര്യത്തിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ 4 ഫാക്ടേഴ്സ് എന്താണെന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഫെയർ യൂസ് പോളിസിയുടെ കാര്യം ഒരു കോടതിയിൽ വരുമ്പം 4 കാര്യങ്ങളാണ് മെയിനായിട്ടും ജഡ്ജ് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആ 4 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ, ദ പർപ്പസ് ആൻഡ് ദ ക്യാരക്ടർ ഓഫ് ദ യൂസ്. അതായത് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ആ ഒരു ഓഡിയോ അല്ലെങ്കിൽ ആ ഒരു കോപ്പിറൈറ്റർ ആയുള്ള വർക്ക് യൂസ് ചെയ്തതിൻ്റെ പർപ്പസ് എന്താണ്, ഏത് നേച്ചറിലാണ് ഏത് ക്യാരക്ടറിലാണ് ആ ഒരു സംഭവം യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്, പർപ്പസ് ആൻഡ് നേച്ചർ അല്ലെങ്കിൽ പർപ്പസ് ആൻഡ് ക്യാരക്ടർ ഓഫ് ദ യൂസ് എന്നാൽ അതാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണോ ആ ഒരു വർക്ക് യൂസ് ചെയ്തിരിക്കുന്നത് എന്നായിരിക്കും ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. കൊമേഴ്ഷ്യലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സംഭവത്തിന് ചാൻസ് വളരെ കുറവായിരിക്കും. നോൺ പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് രണ്ടാമത്തെയാണ് നേച്ചർ ഓഫ് ദ വർക്ക്. അതായത് ആ ഒരു വർക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്കിൻ്റെ നേച്ചർ എങ്ങനത്തെയാണ്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഒന്ന് നോക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ നേച്ചർ ഓഫ് ദ വർക്ക്. പിന്നെ ആ ഒരു അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ആ ഒരു കോപ്പിറൈറ്റ് വർക്കിൻ്റെ എത്രമാത്രം പാർട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പോർഷൻ ഓഫ് ദ കോപ്പിറൈറ്റഡ് വർക്ക്. അതായത് ആ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വർക്കിൻ്റെ എത്രമാത്രം പോർഷൻ നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു നിങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് അല്ലെങ്കിൽ പകുതി കൂടുതലായിട്ട് ഒരു കോപ്പിറൈറ്റഡ് വർക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലീഗൽ സപ്പോർട്ട് ലഭിക്കില്ല. ഇപ്പം നിങ്ങളുടെ എന്തെങ്കിലും അത്യാവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഉറപ്പായിട്ടും ആ ഒരു പാട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ആ ഒരു അപാകത വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ഫെയർ യൂസ് പോളിസി ആപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. അല്ലാതെ ഒരു കോപ്പിറൈറ്റർ ഓണർ സെയിം സാധനം അതേപോലെ എടുത്ത് ഫുള്ളായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫെയർ യൂസ് പോളിസി നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ഒരു കാര്യം നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് അടുത്തൊരു കാര്യമാണ്, ഈ ഒരു കോപ്പിറൈറ്റർ വർക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് പ്രകാരം ഈ ഒരു കോപ്പിറൈറ്റർ ഓണർക്ക് എത്രമാത്രം റിസ്ക് വരാൻ
വരാനുള്ള എത്രമാത്രം റിസ്ക് അല്ലെങ്കിൽ എത്രമാത്രം അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങളുടെ വീഡിയോയിൽ ഈ ഒരു പാട്ട് അല്ലെങ്കിൽ ഈ ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഉൾപ്പെടുത്തിയത് പ്രകാരം ഇതിന്റെ ഒറിജിനൽ വർക്കിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കും. അപ്പൊ ഇതൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്ന 4 ഫാക്ടേഴ്സ്. അപ്പൊ ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു ലീഗൽ ഒപ്പീനിയൻ ഒക്കെ ചോദിച്ച് നമ്മുടെ രാജ്യത്തെ ഫെയർ യൂസ് പോളിസി എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതേപോലത്തെ മറ്റൊരാളുടെ കോപ്പിറൈറ്റ് വർക്കൊക്കെ നിങ്ങളുടെ വീഡിയോസിലും ചാനൽസിലൊക്കെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഫെയർ യൂസ് പോളിസി എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ കോപ്പിറൈറ്റ് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. പിന്നെ എൻ്റെ സ്റ്റുഡിയോ ടൂർ അതുപോലെ തന്നെ അങ്ങനെ കുറേ വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടിരിക്കുക. അപ്പം ഈ ഒരു വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ മല്ലു വ്ളോഗർ സൈനിങ് ഓഫ്.